ഓപ്പറേഷൻ സിന്ദൂറിൽ ഉയർന്ന പ്രവർത്തന ഫലപ്രാപ്തി പ്രകടമാക്കിയ S-400 സിസ്റ്റങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യ സമീപ ആഴ്ചകളിൽ റഷ്യയുമായി ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. കൂടുതൽ റഷ്യൻ S-400 വാങ്ങുന്നതിലൂടെ ഇന്ത്യക്ക് US-ന്റെ കാറ്റ്സ പിഴകൾ ചുമത്താൻ സാധ്യതയുണ്ട്. കാറ്റ്സ മീൻസ് കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് ഇറാൻ, ഉത്തര കൊറിയ, റഷ്യ എന്നീ രാജ്യങ്ങളുടെ പ്രതിരോധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായി കാര്യമായ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ നിയമമാണിത്. ഉക്രൈനിലെ റഷ്യൻ ആക്രമണത്തിനും 2016 US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇടപെടലിനും പ്രതികരണമായി 2017 ഈ കാറ്റ്സ നിയമം നടപ്പിലാക്കി തുടങ്ങിയത്. റഷ്യയുടെ കൂടുതൽ S-400 ട്രൈം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒരുപക്ഷെ നൂതനമായ S-500 പ്രോമത്യൂസ് വകഭേദങ്ങളും ഇന്ത്യ ഏറ്റെടുക്കാൻ സാധ്യതയുള്ളതിനാൽ കാറ്റ്സ എന്ന US പിഴ ചുമത്താൻ സാധ്യതയുണ്ടെന്ന് സൈനിക വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. വ്യാപാര താരിഫ് തർക്കത്തിനിടയിൽ വാഷിംഗ്ടണുമായുള്ള ഇതിനകം തകർന്ന ബന്ധങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉയർന്ന പ്രവർത്തന ഫലപ്രാപ്തി പ്രകടമാക്കിയ S-400 സിസ്റ്റങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യ റഷ്യയുമായി സമീപ ആഴ്ചകളിൽ ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. മൾട്ടി ലെയർഡ് മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയുടെ സൈന്യം നൂതനവും ദീർഘദൂരമുള്ളതുമായ S-400 സിസ്റ്റങ്ങൾ ഉടൻ ഏറ്റെടുക്കുന്നതിനായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് പേര് വെളിപ്പെടുത്താത്ത പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞയാഴ്ച റഷ്യയുടെ ഫെഡറൽ സർവീസ് ഫോർ മിലിറ്ററി ടെക്നിക്കൽ കോർപ്പറേഷന്റെ തലവനായ ദിമിത്രി ഷുഗയേവ് ന്യൂഡൽഹിയും മോസ്കോയും കൂടുതൽ S-400കൾക്കായി ചർച്ചാ ഘട്ടത്തിലാണെന്ന് സ്ഥിരീകരിച്ചു. ഈ മേഖലയിൽ തങ്ങളുടെ സഹകരണം വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് S-400കളുടെ പുതിയ ഡെലിവറികൾ അദ്ദേഹം സെപ്റ്റംബർ 2 റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിനോട് പറഞ്ഞു. അതേസമയം $5.5 ബില്യൺ 5 അൽമാസ് ആൻഡ് S-400 സെൽഫ് പ്രൊപ്പൽഡ് സർഫസ് ടു സർഫസ് സിസ്റ്റങ്ങൾക്കായുള്ള ഇന്ത്യയുടെ 2018 കരാറിൽ അറ്റകുറ്റപ്പണികൾ, സ്പെയർ പാർട്സ്, ദീർഘകാല പിന്തുണ എന്നിവയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സമാനമായ തുടർ വാങ്ങലുകൾക്ക് ഒരു നിശ്ചിത വില ഓപ്ഷനോ മുൻഗണനാ നിബന്ധനകളോ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രാദേശിക പ്രതിരോധ വ്യവസായ വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു. തൽഫലമായി വർദ്ധിച്ചു വരുന്ന ചെലവുകൾ മാത്രമല്ല, മാറുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകതയും കാറ്റ്സയുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങളുടെ ഉയർന്ന അപകട സാധ്യതയും സ്വാധീനിക്കുന്ന പുതിയ വാണിജ്യ ചർച്ചകൾ ആവശ്യമായി വരും. ഇത്തരം സെൻസിറ്റീവ് കാര്യങ്ങളിൽ പരസ്യമായി സംസാരിക്കാൻ അധികാരമില്ലാത്തതിനാൽ പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച ഈ ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം ഈ വാരാന്ത്യത്തിൽ കണ്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തമായ സൗഹൃദം താരിഫ് പിരിമുറുക്കങ്ങളോ അനുബന്ധ പ്രശ്നങ്ങളോ കുറഞ്ഞു വന്ന് ഉറപ്പ് നൽകുന്നില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. നേരെ മറിച്ച് S-400 അല്ലെങ്കിൽ S-500 ഏറ്റെടുക്കലുകളിലൂടെ ന്യൂഡൽഹി റഷ്യയുമായുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയാണെങ്കിൽ കാറ്റ്സയുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ ആശങ്കയായി തുടരാനുള്ള സാധ്യത ചില US ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഇന്ത്യ വിരുദ്ധ വാക്കുകളിലൂടെ അടിവരയിടുന്നതായി അവർ പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങലുകൾക്ക് 25% പിഴ ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 50% തീരുവകളിൽ നിന്ന് വ്യക്തമാകുന്ന പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രവചനാതീതമായ സ്വഭാവം മോസ്കോയുമായുള്ള ഇന്ത്യയുടെ സൈനിക വാണിജ്യത്തിലേക്കും എളുപ്പത്തിൽ വ്യാപിച്ചേക്കാം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ ബാംഗ്ലൂരിലെ ഒരു മുതിർന്ന പ്രതിരോധ വ്യവസായ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇന്ത്യ കൂടുതൽ S-400, S-500 സംവിധാനങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ അത്തരം ശിക്ഷാ നടപടികൾക്ക് വളരെയധികം സാധ്യതയുണ്ട് എന്നാണ്. ഇന്ത്യയുടെ 2018 S-400 ഏറ്റെടുക്കൽ പ്രസിഡന്റ് ട്രംപിൻ്റെ ആദ്യ കാലയളവിൽ നടപ്പിലാക്കിയ കാറ്റ്സയുടെ നേരിലാണ് നടന്നതെന്ന് ഓർമ്മിക്കേണ്ടതാണ്. 2017 ജൂലൈയിൽ അംഗീകരിക്കപ്പെടുകയും അടുത്ത മാസം നിയമത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. തൽഫലമായി കാറ്റ്സ നിബന്ധനകൾ മറികടക്കാൻ രൂപ, റൂബിൾ,
സാമ്പത്തിക ക്രമീകരണങ്ങൾ ഉൾപ്പെടുന്ന സങ്കീർണമായ വാങ്ങൽ $, ഇടപെടൽ ഒഴിവാക്കാൻ മനഃപൂർവ്വം ക്രമീകരിച്ചതാണ്. കാരണം ഇന്ത്യയുടെ സൈന്യം S-400 കഴിവുകളെ വിലമതിച്ചു. വാഷിംഗ്ടണിൽ നിന്ന് വാഗ്ദാനം ചെയ്ത US വ്യോമപ്രതിരോധ സംവിധാനത്തെക്കാളും മികച്ചത് എന്ന് ഇന്ത്യ കരുതുന്നു. ലോക്ഹീഡ് മാർട്ടിൻ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം, ലോക്ഹീഡ് റേത്തിയോൺ ടാഡ്, ലോക്ഹീഡ് കോങ്സ്ബർഗ് നാസംസ്-2 എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നിവയുമായി കാര്യമായ പ്രതിരോധ ബന്ധങ്ങൾ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കുന്നതിനാണ് ഈ കാറ്റ്സ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രാഥമികമായി 2016 US തെരഞ്ഞെടുപ്പിൽ മോസ്കോ നടത്തിയ ഇടപെടലിനും 2 വർഷം മുമ്പ് ഉക്രൈനിൽ നിന്ന് ക്രിമിയ റഷ്യ പിടിച്ചെടുത്തതിലുള്ള വാഷിംഗ്ടണിൻ്റെ ദേഷ്യമാണിതിന് കാരണമായത്. റഷ്യയുടെ വില കുറഞ്ഞ എണ്ണയുടെ ഇറക്കുമതിക്ക് ന്യൂഡൽഹിയിൽ ചുമത്തിയ 25% പിഴയ്ക്ക് സമാനമായ ശിക്ഷാ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യ പോലുള്ള മോസ്കോയുടെ പ്രധാന എതിരാളികളെ സൈനിക ഹാർഡ്വെയർ വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 2018 സെപ്റ്റംബറിൽ ചൈനയ്ക്കെതിരെയും 2020 ഡിസംബറിൽ നാറ്റോ സഖ്യകക്ഷിയായ തുർക്കി സമാനമായ റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിയതിനെതിരെയും വാഷിംഗ്ടൺ കാറ്റ്സയെ പ്രയോഗിച്ചതിനെ തുടർന്ന് S-400 വാങ്ങുന്നതിനായി ഇന്ത്യക്ക് മേലുള്ള US സമ്മർദ്ദം കൂടുതൽ വർദ്ധിച്ചു. 2019 S-400 സ്വായത്തമാക്കിയതിൻ്റെ പേരിൽ തുർക്കിയെ F-35 ലൈറ്റ്നിംഗ് II സ്റ്റെൽത്ത് ഫൈറ്റർ പ്രോഗ്രാമിൽ നിന്ന് US പുറത്താക്കിയിരുന്നു. എന്നാൽ കാറ്റ്സ സൗകര്യപൂർവ്വം ഒരു വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് അമേരിക്കൻ പ്രസിഡന്റിന് ഇളവുകൾ നൽകാൻ അധികാരം നൽകുന്നു. ഇത് നടപ്പാക്കലിനെ അന്തർലീനമായി രാഷ്ട്രീയമാക്കുന്നു. നിയമപരമായ ബാധ്യതകളെ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി സന്തുലിതമാക്കാൻ വാഷിംഗ്ടണിനെ സഹായിക്കുന്നതിനാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം വകുപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് പോലുള്ള പ്രദേശങ്ങളിൽ നയതന്ത്ര സൂക്ഷ്മതകൾ പലപ്പോഴും ഉപരോധ അഭ്യർത്ഥനകളെ മറികടക്കുന്നു. എന്നിരുന്നാലും ട്രംപും മോദിയും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടും ട്രംപ് ഒരിക്കലും ഇന്ത്യക്ക് കാറ്റ്സ ഇളവ് അനുവദിച്ചില്ല. വാസ്തവത്തിൽ S-400 കരാറിന് ശേഷമുള്ള സാധ്യമായ ഉപരോധങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. ഈ വിഷയം ഒടുവിൽ ട്രംപിൻ്റെ ആദ്യത്തെ ടേംസിന് ശേഷം വന്ന ജോ ബൈഡൻ അഭിസംബോധന ചെയ്തു. 2022 ജൂലൈയിൽ അദ്ദേഹം ന്യൂഡൽഹിയെ S-400 ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങളിൽ നിന്ന് ഔദ്യോഗികമായി ഒഴിവാക്കി. ഒരു പ്രധാന ഇൻഡോ പസഫിക് പങ്കാളി എന്ന നിലയിലും ആധിപത്യം പുലർത്തുന്ന ചൈനയ്ക്കെതിരായ നിർണായകമായ പ്രതിസന്തുലനത്താലും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ സ്വാധീനം അദ്ദേഹം അംഗീകരിച്ചു. അതിനുശേഷം 2023 മധ്യത്തോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അവരുടെ 5 S-400 സിസ്റ്റങ്ങളിൽ 3 ലഭിച്ചു. അവ ഇന്ത്യയുടെ ചൈനയുമായുള്ള വടക്കൻ അതിർത്തിയിലും പാകിസ്ഥാനെ അഭിമുഖീകരിക്കുന്ന പടിഞ്ഞാറൻ മുന്നണിയിലും വിന്യസിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഓരോന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി റിപ്പോർട്ടുണ്ട്. കാറ്റ്സ ഇളവ് ഉൾപ്പെടുത്തിയിട്ടുള്ള ശേഷിക്കുന്ന 2 സിസ്റ്റങ്ങൾ 2026 അവസാനത്തോടെയും 2027 തുടക്കത്തോടെയും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അതേസമയം ട്രംപ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട നിരവധി സുരക്ഷാ വിശകലന വിദഗ്ധരും ഉപദേഷ്ടാക്കളും കാറ്റ്സ പ്രകാരം ഇന്ത്യയോടുള്ള മുൻകാലതയെ ഒറ്റത്തവണ ഒഴിവാക്കലായിട്ടാണ് കണ്ടതെന്ന് ചില ഗവേഷകർ വെളിപ്പെടുത്തുന്നു. ഇന്ത്യ കൂടുതൽ S-400 സംവിധാനങ്ങൾ സ്വന്തമാക്കാൻ മുന്നോട്ട് പോയാൽ മുതിർന്ന പെൻറ്റഗൺ ഉദ്യോഗസ്ഥരും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങളും കാറ്റ്സ നടപ്പാക്കുന്നതിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് US-ൻ്റെ വിശ്വാസ്യതയുടെയും അതിൻ്റെ നിയമങ്ങളുടെയും നിർണായക പരീക്ഷണമായി കാണുമെന്നും അവർ സൂചിപ്പിച്ചു. S-400 അല്ലെങ്കിൽ S-500 ഇന്ത്യക്ക് 2ാം തവണയും അനുമതി നൽകുന്നത് ന്യായീകരിക്കാൻ ഇനി വാഷിംഗ്ടണിന് ബുദ്ധിമുട്ടായിരിക്കും. ഡൽഹിയിലെ ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താതെ പറഞ്ഞു. റഷ്യൻ എണ്ണ വിലക്കുറവിൽ വാങ്ങിയതിനും അത് ശുദ്ധീകരിച്ച ശേഷം പുനർവിൽപ്പനയിൽ നിന്ന് ലാഭം നേടിയതിനും ഇന്ത്യയെ ആവർത്തിച്ച് വിമർശിച്ചിരുന്ന ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർക്ക് ഡൽഹിയിൽ കൂടുതൽ S-400 അല്ലെങ്കിൽ അതിൻ്റെ നൂതന മോഡൽ ഉൾപ്പെടുത്തിയാൽ കാറ്റ്സ നടപ്പാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാത്തിനുമുപരി നിലനിൽക്കുന്ന വ്യാപാര താരിഫ് സംഘർഷങ്ങൾ ഇന്ത്യ-US പ്രതിരോധ ബന്ധങ്ങളെ വഷളാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് സൈനിക വാണിജ്യത്തിൽ മാത്രമല്ല, വിശാലമായ തന്ത്രപരമായ വിന്യാസങ്ങളിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നത് സുരക്ഷാ നയതന്ത്ര വൃത്തങ്ങളിൽ രഹസ്യമായ കാര്യമല്ല.
മുമ്പ് അംഗീകരിച്ച ചട്ടക്കൂടുകളായ ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി, ഇന്ത്യ US ഡിഫൻസ് ആക്സലറേഷൻ എക്കോസിസ്റ്റം എന്നിവ ഇപ്പോൾ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നു. പ്രതിരോധ സംഭരണത്തിലും സഹവികസന പദ്ധതികൾക്കും കാലതാമസമോ നീണ്ട ഇടവേളകളോ നേരിടേണ്ടി വരുന്നു. ഇത് ഡൽഹിക്ക് അമേരിക്കയെ വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തിക സംഘർഷങ്ങൾ തന്ത്രപരമായ മേഖലയിലേക്ക് വ്യാപിക്കുമ്പോൾ ഒരു കാലത്ത് സൈനികമായി ചൈനയെ സമതുലിതമാക്കുന്നതിനുള്ള കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തത്തിൻ്റെ ദീർഘകാല നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായുള്ള ജനറൽ ഇലക്ട്രോണിക് എഞ്ചിനുകൾ പോലുള്ള നിർണായക ഏറ്റെടുക്കലുകളും സമീപ മാസങ്ങളിൽ പ്രതികൂലമായി ബാധിച്ചു. 2023 മധ്യത്തിൽ അംഗീകരിച്ച നൂതന എഞ്ചിൻ പവർ പാക്കുകളുടെ പ്രാദേശിക സഹനിർമ്മാണത്തിനുള്ള കരാറും അതുപോലെ തന്നെ തുലാസിലായി. സ്ട്രൈക്കർ ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിൾ, ജാവലിൻ, ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ തുടങ്ങിയ സംയുക്ത വികസന പരിപാടികളും അനിശ്ചിതത്വത്തിലാണ്. ഇന്ത്യൻ നാവികസേന 6 അധിക ബോയിങ് സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിയും സൈന്യം 6 AH-64 അപ്പാച്ച് ആക്രമണ ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള പദ്ധതിയും മുടങ്ങിയതായി തോന്നുന്നു. P-81 പ്ലാറ്റ്ഫോമുകളിൽ കയറ്റുമതി നിയന്ത്രിത ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഉഭയകക്ഷി ബന്ധം വഷളായതോടെ ഉദ്യോഗസ്ഥ തലത്തിലെ കാലതാമസത്തിനോ രാഷ്ട്രീയ തടസ്സങ്ങൾക്കോ ഇരയാകാൻ സാധ്യതയുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു. 2024 അവസാനത്തോടെ ഒപ്പുവെച്ച 31 ജനറൽ അറ്റോമിക് MQ-9B സീ ഗാർഡിയൻ പ്രെഡേറ്റർ UAVകൾക്കായുള്ള ഇന്ത്യയുടെ $3.5 ബില്യൺ കരാറും സമാനമായി മന്ദഗതിയിലായി. UAVകളിൽ 15-30% തദ്ദേശീയമായ ഉള്ളടക്കം ഉൾപ്പെടുത്തുന്നതും അവയ്ക്കായി ഒരു ആഗോള MRO അതായത് മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹബ്ബ് ആരംഭിക്കുന്നതും ഉൾപ്പെടുന്ന കരാറിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ US ഓസ്ട്രേലിയ ജാപ്പനീസ് നാവികസേനകളെ ഉൾപ്പെടുത്തി ഒരു കാലത്ത് ഇൻഡോ പസഫിക് സുരക്ഷയുടെ മൂലക്കല്ലായി വാഴ്ത്തപ്പെട്ടിരുന്ന ക്വാഡ് പോലുള്ള സംരംഭങ്ങളും ഇപ്പോൾ വാഷിംഗ്ടണിലെ മാറിവരുന്ന രാഷ്ട്രീയ കാറ്റുകൾക്ക് ഇരയാകാൻ സാധ്യതയുണ്ട്. ന്യൂയോർക്ക് ടൈംസിൻ്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ട്രംപ് ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യതയില്ല. ജൂൺ 17 മോദിയുമായി ട്രംപ് നടത്തിയ പിരിമുറുക്കമുള്ള ഫോൺ കോളാണ് ഈ മാറ്റത്തിന് കാരണമെന്ന് പേര് വെളിപ്പെടുത്താത്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഓഗസ്റ്റ് 30 റിപ്പോർട്ട് പറയുന്നു. മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവന്ന US പ്രസിഡന്റിൻ്റെ അവകാശവാദങ്ങൾ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം വഷളാകാൻ കാരണമായതായി റിപ്പോർട്ടുണ്ട്. വ്യക്തിപരമായ ഇത്തരം പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങളും ഒരു കാലത്ത് നാഴികക്കല്ലായ നയതന്ത്ര പങ്കാളിത്തത്തെ എങ്ങനെ തടസ്സപ്പെടുത്തിയെന്നും USഉം ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണ ചട്ടക്കൂടുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചുവെന്നും ടൈംസിൻ്റെ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. ഈ സംഭരണങ്ങളോ പരിപാടികളോ ഔദ്യോഗികമായി റദ്ദാക്കിയിട്ടില്ലെങ്കിലും ഡൽഹിയിലെ പ്രതിരോധ സുരക്ഷാ മേഖലയിലുള്ളവർ അവയുടെ മേൽ അനിശ്ചിതത്വത്തിൻ്റെ ഒരു വ്യക്തമായ പാളി തൂങ്ങിക്കിടക്കുന്നതായി മുന്നറിയിപ്പ് നൽകുന്നു. ഈ അവ്യക്തതയുടെ മൂടൽമഞ്ഞ് തീർപ്പാക്കാത്ത ഇടപാടുകളെ മാത്രമല്ല ഇന്ത്യ US പ്രതിരോധ സഹകരണത്തിൻ്റെ മുഴുവൻ ഭാവിയെയും അപകടത്തിലാക്കുമെന്ന് അവർ പറയുന്നു. ഇത് വാഷിംഗ്ടണുമായുള്ള ഡൽഹിയുടെ ദീർഘകാല വിശ്വാസക്കുറവ് വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിരുന്നാലും കാറ്റ്സ ഉപരോധങ്ങൾ വീണ്ടും വന്നാൽ ഇതിനകം വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ തന്ത്രപരമായ തെറ്റായ ക്രമീകരണം കൂടുതൽ ആഴത്തിലാക്കാനേ വഴിയുള്ളൂ. ഇന്ത്യയെ പ്രതിരോധ ബന്ധങ്ങൾ പുനർവിചിന്തനം ചെയ്യാനും പുനഃക്രമീകരിക്കാനും മെറ്റീരിയൽ വിതരണക്കാരെ വൈവിധ്യവൽക്കരിക്കാനും USുമായുള്ള സംയുക്ത അഭ്യാസങ്ങൾ, ആയുധ സഹകരണ വികസനം, ഇൻ്റലിജൻസ് പങ്കിടൽ തുടങ്ങിയ സംരംഭങ്ങൾ നിർത്തിവെക്കാനും അല്ലെങ്കിൽ മാറ്റിവെക്കാനും ഇത് നിർബന്ധിതമാക്കും. USനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നീക്കം ഒരു പ്രധാന തന്ത്രപരമായ തെറ്റായിരിക്കും. പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾക്ക് അടുത്ത സഹകരണം ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡോ പസഫിക് പങ്കാളികളിൽ ഒരാളെ അകറ്റുക, കോഡ് പോലുള്ള വിശാലമായ സംരംഭങ്ങളെ ഇത് ദുർബലപ്പെടുത്തുകയും വർഷങ്ങളുടെ ഇടപെടലിലൂടെ കെട്ടിപ്പടുത്ത വിശ്വാസത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇന്ത്യയെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ വാഷിംഗ്ടൺ മേഖലയിലെ സ്വന്തം സ്വാധീനം ഗുരുതരമായി ദുർബലപ്പെടുത്തുകയും സ്വയം ഒറ്റപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല.